സ്ലീപ്പ് പാരാലിസിസ്, ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടും കുറച്ചു സമയത്തേക്ക് ശരീരം അനക്കാൻ കഴിയാത്ത അവസ്ഥ. ചില ദിവസങ്ങൾക്ക് മുന്നമേ ഒരു സ്ഥലത്ത് ശുശ്രൂഷയിലായിരുന്നപ്പോൾ 20കളിലായിരിക്കുന്ന ഒരു യൗവനക്കാരൻ എൻ്റെ അരികിൽ വന്ന് പറഞ്ഞു, അവൻ സ്ലീപ്പ് പാരാലിസിസ് എന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന്. ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടും കുറച്ചു സമയത്തേക്ക് ശരീരം അനക്കാൻ കഴിയാത്ത അവസ്ഥ. ബോധം വന്നതായി തോന്നും, പക്ഷേ ശരീരം അനക്കാൻ കഴിയില്ല. സംസാരിപ്പാനോ വിളിപ്പാനോ കഴിയാത്ത അവസ്ഥ. നെഞ്ചിൽ ഭാരം അനുഭവപ്പെടുന്നത് പോലെ തോന്നും. ചിലപ്പോൾ ആ മുറിക്കകത്ത് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. സാധാരണയായിട്ട് ഇത് ചില സെക്കൻഡുകളാണ് നീണ്ടു നിൽക്കുന്നത്, എന്നാൽ ചിലപ്പോൾ ചില മിനിറ്റുകൾ വരെ നീണ്ടു നിൽക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തണമെന്നുള്ള ബോധ്യമുണ്ടായി. ദൈവവചനത്തിൽ നിന്ന് ഈ മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സൗഖ്യം സ്വീകരിക്കുവാൻ കഴിയുന്ന ചില വചനങ്ങൾ പങ്കുവയ്ക്കണമെന്നും പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ ആലോചനകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഉറക്കത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. സ്വപ്നങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് പല വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നു. സംഖ്യാപുസ്തകം അതിൻ്റെ 12ാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 6ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. ഇയ്യോബിന്റെ പുസ്തകം 33ാമത്തെ അധ്യായത്തിൽ 14ാമത്തെ വാക്യം 15ാമത്തെ വാക്യം, അവിടെയും സ്വപ്നങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ദുസ്വപ്നങ്ങളുണ്ട്, നൈറ്റ് മെയർസ് ഉണ്ട്. നൈറ്റ് മെയർസിൻ്റെ പിന്നിൽ ദുരാത്മാക്കളുണ്ട്. സ്വപ്നങ്ങളുടെ സ്രോതസ് ദൈവത്തിൽ നിന്ന് സ്വപ്നങ്ങൾ നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ മനസ്സും സ്വപ്നങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. ദുസ്വപ്നങ്ങൾ പിശാചുക്കളിൽ നിന്നാണ് വരുന്നത്. നൈറ്റ് മെയർ എന്ന വാക്ക് തന്നെ ഇംഗ്ലീഷിൽ നൈറ്റ് മെയർ, ആ വാക്ക് അവിടെ MARE മേയർ എന്ന വാക്ക് വരുമ്പോൾ, നൈറ്റ് മേയർ എന്ന വാക്ക് വരുമ്പോൾ മേയറിന് ഒരർത്ഥം ഗോബ്ലിൻ എന്നൊരു വാക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം ഒരു മിത്തിക്കൽ ക്രീച്ചർ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പറയുമ്പോൾ അന്ന് ഈ വാക്കുണ്ടായപ്പോൾ തന്നെ നൈറ്റ് മെയർ എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ അർത്ഥം രാത്രിയിൽ ഒരു മിത്തിക്കൽ ക്രീച്ചർ, ഒരു ഡീമൺ, ഒരു ദുരാത്മാവ് തന്നെ ആക്രമണം നടത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അന്ന് ആ ഭാഷയിൽ ആ വാക്ക് വന്ന സന്ദർഭത്തിൽ, ഇംഗ്ലീഷിൽ ആ വാക്ക് വന്ന സന്ദർഭത്തിൽ തന്നെ ആ അർത്ഥം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിനാൽ ഈ വാക്ക് ഭാഷയിൽ ഉത്ഭവിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ ആത്മീയതയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവിടെ സ്വാഭാവികമായിട്ടും ഭാഷയുടെ ഉത്ഭവമുണ്ടായപ്പോൾ അന്നു തന്നെ ഈ നൈറ്റ് മെയറിൻ്റെ പിന്നിൽ ഒരു ദുരാത്മസ്വാധീനം, ഒരു മിത്തിക്കൽ ക്രീച്ചർ ഉണ്ട് എന്നുള്ള ഒരു സങ്കല്പം ആളുകളിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തം. അതിൽ നിന്ന് ഒരു പടി കൂടെ മുന്നോട്ട് പോകുന്നൊരു കാര്യമാകുന്നു സ്ലീപ്പ് പാരാലിസിസ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്ലീപ്പ് പാരാലിസിസ് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശാരീരികമാകുന്ന കാരണങ്ങളും ആ മേഖലയിൽ പഠനം നടത്തുന്നവർ കണ്ടെത്തുന്നുണ്ട്, ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ. അതിന് പിന്നിൽ സ്പിരിച്വൽ റീസൺസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിന്മകളുടെ എല്ലാം പിന്നിൽ സ്പിരിച്വൽ റീസൺസ് ഇല്ലേ? ഈവിൾ എന്ന് പറയുമ്പോൾ, തിന്മകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെല്ലാം സ്പിരിച്വൽ റീസൺസ് ഉണ്ട് എന്ന് വ്യക്തമാകുന്നു.
നാം ആയിരിക്കുന്ന ഈ ലോകം, ഇപ്പോൾ ദൃശ്യലോകം, നമുക്ക് കാണുവാൻ കഴിയുന്ന ഈ ലോകം, ഇവിടെ തന്നെ നമുക്കൊരു ആത്മീക ലോകമുണ്ട്. നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയില്ല എങ്കിൽ പോലും ഒരു സ്പിരിച്വൽ വേൾഡ് ഉണ്ട്. നിങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ കിടക്കക്കരികിൽ ദൈവദൂതന്മാർ കാവൽ നിൽക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാകുന്നുവെങ്കിൽ ദൈവദൂതന്മാരുടെ കാവൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ നൈറ്റ് മെയർസ് ഉണ്ടാകുമ്പോൾ ദുരാത്മാക്കളുടെ ആക്രമണം അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ സ്ലീപ്പ് പാരാലിസിസിന്റെ പിന്നിൽ ദുരാത്മാക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിസ്സാരമായിട്ട് അതിനെ ശാരീരികമാകുന്ന ഒരു കാര്യമായിട്ട് മാത്രം കണ്ടെത്തി അതിനെ ആ നിലയിൽ തള്ളിക്കളയുവാൻ കഴിയത്തില്ല. അതിൻ്റെ പിന്നിൽ ഒരു തിന്മയുടെ സ്വാധീനമുണ്ട് എന്നത് ഉറപ്പാണ്. ശാരീരികമാകുന്ന കാരണങ്ങൾ കൊണ്ടും വരുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ, ശാരീരികമാകുന്ന കാരണങ്ങൾ കൊണ്ട് വരുന്നു എന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കുവാൻ വേണ്ടി ശാരീരികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷവും ഈ നിലയിൽ വീണ്ടും ആക്രമണം ആവർത്തിച്ചുണ്ടാകുകയാണ് എങ്കിൽ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പിന്നിൽ ഒരു ദുരാത്മ സ്വാധീനം ഉണ്ടാകുവാൻ ഉള്ള സാധ്യതയുണ്ട്. റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് REM, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലാകുന്നു ഈ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. അതിൻ്റെ കാരണങ്ങൾ, ശാരീരികമാകുന്ന കാരണങ്ങൾ പറയുകയാണ് എങ്കിൽ, ഒരു വ്യക്തി തുടർമാനമായിട്ട് ഉറക്കത്തിൽ ക്രമമില്ലാതെ ജീവിക്കുകയും കൃത്യസമയത്ത് ഉറങ്ങാതിരിക്കുക, ലഭിക്കേണ്ട ആ ഉറക്കം ലഭിക്കാതെ വരിക, ഉറക്കക്കുറവ് സാധാരണമായി സംഭവിക്കുകയാണ് എങ്കിൽ അത് മുഖാന്തരമായിട്ട് സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകുവാൻ ശാരീരികമായിട്ട് സാധ്യതയുണ്ട്. ഒരു ശാരീരികമാകുന്ന, ബയോളജിക്കലാകുന്ന ഒരു കാരണമാകുന്നു. ഇനി ഉറക്കത്തിൻ്റെ രീതിയുണ്ട്. നേരെ കിടന്നുറങ്ങുമ്പോൾ, അല്ലെങ്കിൽ അതിന് ഇങ്ങനെ പറയുവാൻ കഴിയും, സ്ലീപ്പിംഗ് ഓൺ യുവർ ബാക്ക്. അങ്ങനെ ഉറങ്ങുമ്പോൾ ചിലർക്ക് സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഈ മേഖലയിൽ പഠനം നടത്തുന്നവർ പറയുന്നു. അവരതിന് നിർദ്ദേശിക്കുന്ന കാര്യമാണ്, ആ വ്യക്തികൾ ദയവായിട്ട് ഒരു സൈഡ് തിരിഞ്ഞ് കിടന്ന് ഉറങ്ങുക. നിരന്തരമായി യാത്ര ചെയ്യുന്നവർക്ക്, അവർക്ക് ജെറ്റ് ലാഗ് എന്ന് പറയുന്ന, അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്ന അവിടുന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണ കാര്യമാണ് ജെറ്റ് ലാഗ് എന്ന് പറയുന്നത്. നിരന്തര യാത്ര മുഖാന്തരം, ജെറ്റ് ലാഗ് മുഖാന്തരം ചിലപ്പോൾ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകുവാനുള്ള സാധ്യത അത് തള്ളിക്കളയുവാൻ കഴിയില്ല. ഈ നിലയിൽ ഉള്ള കാരണങ്ങൾ മുഖാന്തരം, ഇനി സ്ലീപ്പ് ഡിസോർഡേഴ്സ്, ചിലരെ സംബന്ധിച്ചിടത്തോളം ഉറക്കവുമായി ബന്ധപ്പെട്ട് ക്രമമില്ലാതെ വരുന്ന ഒരു സാഹചര്യം അവർ നേരിടുകയാണ് എങ്കിൽ അത് മുഖാന്തരവും സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. യിശയ്യാപ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ ഒരു പരാമർശം, മലയാളത്തിൽ അതില്ല, ഇംഗ്ലീഷിൽ അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇവിടെ ഇങ്ങനെ ഒരു പരാമർശം കാണുവാൻ കഴിയുന്നുണ്ട്. യഹോവ ഗാഢ നിദ്ര നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു. അവിടെ ഗാഢ നിദ്ര എന്ന് പറയുന്ന ആ ഭാഗത്ത് ഇംഗ്ലീഷിൽ യിശയ്യാപ്രവാചകന്റെ പുസ്തകം chapter 29 and verse number 10, for the Lord has poured out on you the spirit of deep sleep. ആ സ്ലീപ്പിൻ്റെ പിന്നിൽ ഒരു സ്പിരിറ്റ് അവിടെ വ്യാപരിക്കുന്നത് ഉണ്ട് എന്നുള്ള ഒരു പരാമർശം കാണുവാൻ കഴിയുന്നു. ദ സ്പിരിറ്റ് ഓഫ് ഡീപ് സ്ലീപ്പ്. ഉറക്കത്തിൽ സ്പിരിറ്റ്സ്, ആത്മാക്കൾ, ചില തിന്മയുടെ ആത്മാക്കൾ മനുഷ്യരെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഈ വാക്യത്തിൽ
സ്പിരിറ്റ് ഓഫ് ഡീപ് സ്ലീപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ഉറക്കത്തിൽ ദുരാത്മാക്കൾ, തിന്മയുടെ ആത്മാക്കൾ ആളുകൾക്ക് വ്യക്തികൾക്ക് ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരുവാനുള്ള ആ പോസിബിലിറ്റി അംഗീകരിക്കേണ്ടത് ആവശ്യമാണ്. അതിനാൽ ഇതിൻ്റെ പരിഹാരമാർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബയോളജിക്കലായിട്ടുള്ള പരിഹാരമാർഗം ആദ്യമായിട്ട് ഞാനങ്ങ് പരാമർശിക്കുകയാണ്. ഈ മേഖലയിൽ പഠനം നടത്തുന്നവർ പറയുന്നത് ഉറക്കം ക്രമമുള്ളതാക്കി തീർക്കുക. നല്ല ഉറക്കം, ദീർഘമണിക്കൂറുകളോ 7 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങുവാൻ തയ്യാറാകുക. ആ ഉറക്കം ക്രമമുള്ളതാകുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും ഒരേ സമയത്ത് കിടന്നുറങ്ങുകയും ഒരേ സമയത്ത് ഉറങ്ങുകയും ഒരേ സമയത്ത് ഉണരുകയും ചെയ്യുവാൻ തയ്യാറാകുക. ഉറക്കത്തിൻ്റെ സമയവും ഉണരുവാനുള്ള സമയവും അത് ക്രമം അതിൽ കൊണ്ടുവരിക. നേരെ കിടന്നുറങ്ങുന്നവരാകുന്നുവെങ്കിൽ സൈഡ് തിരിഞ്ഞ് ഉറങ്ങുവാൻ തയ്യാറാകുക. ഉറക്കക്കുറവുണ്ടാകാതിരിക്കുവാൻ മനഃപൂർവ്വം തയ്യാറാകുക. ധാരാളം ഉറക്കം ലഭിക്കുവാൻ വേണ്ടി നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുക. മാത്രമല്ല, ഈ മേഖലയിൽ പഠനം നടത്തുന്നവർ പറയുന്നത് ആകുലത മൂലം സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി സ്ലീപ്പ് പാരാലിസിസിന് കാരണമാകുവാനുള്ള സാധ്യതയുണ്ട്. സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റിയുടെ പിന്നിൽ ദുരാത്മാക്കൾ പ്രവേശിക്കുകയില്ലേ? ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ വചനപ്രകാരം നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആകുലതയുടെ പിന്നിൽ ദുരാത്മാക്കൾക്ക് പ്രവേശിക്കുവാൻ കഴിയും. ആകുലതയിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ആകുലതയിലൂടെ ദുരാത്മാക്കൾക്ക് പീഡനങ്ങളെ അഴിച്ചുവിടുവാൻ കഴിയും. സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റിയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുക. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. ദൈവത്തിൻ്റെ വചനം നല്ല മരുന്നാകുന്നു. ഈ മരുന്ന് സ്വീകരിച്ച് ആ മേഖലയിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് ഉറങ്ങുക. ആകുലതയില്ലാതെ വ്യാകുലതയില്ലാത്ത ഒരു ജീവിതം നയിച്ചുകൊണ്ട് ഉറക്കത്തെ ക്രമപ്പെടുത്തി നല്ല ഉറക്കം 7 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങുവാൻ തയ്യാറായി ശാരീരികമായിട്ട് ഈ കാര്യങ്ങളെ ബയോളജിക്കലായിട്ട് തന്നെ ഇതിനെ നേരിടുവാൻ, ഇതിനെ പരിഹരിക്കുവാൻ വേണ്ടി ആ മേഖലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതോടൊന്നിച്ച് തന്നെ ഇതിൻ്റെ പിന്നിൽ ഒരു ദുരാത്മ സ്വാധീനമുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെയും കീഴ്പ്പെടുത്തുവാൻ തയ്യാറാകുക. ഞാൻ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ, സ്ലീപ്പ് പാരാലിസിസിലൂടെ കടന്നുപോയ അനേകരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുകയുണ്ടായി. വളരെ പ്രസിദ്ധനാകുന്ന, കർത്താവ് വളരെ ശക്തമായി ഉപയോഗിക്കുന്ന, ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന പാസ്റ്റർ ഡേവിഡ് ഹിഗ ഹെർണാണ്ടസിൻ്റെ അനുഭവം ഞാൻ കേൾക്കുകയുണ്ടായി. അദ്ദേഹത്തിന് വളരെ നാളുകൾ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകുമായിരുന്നു. ആ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ തനിക്കറിയാമായിരുന്നു ആ മുറിക്കുള്ളിൽ ഒരു ഇരുട്ടിൻ്റെ സ്വാധീനം, ഒരു തിന്മയുടെ സ്വാധീനം, ഒരു കറുത്ത രൂപം വരുന്നത് പോലെ തനിക്ക് അനുഭവിക്കുവാൻ കഴിയുമായിരുന്നു. വൈദ്യശാസ്ത്രജ്ഞന്മാരതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ തലച്ചോറിൻ്റെ ഹലൂസിനേഷൻ എന്നോ സങ്കല്പമെന്നോ എന്നൊക്കെ അവരതിനെ പറഞ്ഞ് തള്ളിക്കളയുവാൻ അവർ തയ്യാറാകും. എന്നാൽ ബൈബിൾ വിശ്വസിക്കുന്നവരാകുന്നുവെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം, ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് ദുരാത്മാക്കൾ ഉണ്ട്, അവ ഇന്ന് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അവ മനുഷ്യർക്ക് വിരോധമായി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബൈബിൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ബൈബിൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യനൊരു ആത്മാവുണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ശാസ്ത്രത്തിന് ചിലപ്പോൾ അത് അംഗീകരിക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. മനുഷ്യനൊരു ആത്മാവുണ്ട് എന്നുള്ള കാര്യം അംഗീകരിക്കുവാൻ അവർക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ആത്മലോകത്തെക്കുറിച്ച് അവർ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ശരീരത്തെക്കുറിച്ചും പ്രാണനെക്കുറിച്ചും അവർക്ക് പഠിച്ചാൽ മതി. എന്നാൽ ആത്മലോകം യാഥാർത്ഥ്യമാകുന്നു എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നതിനാൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡേവിഡ് ഹിഗ ഹെർണാണ്ടസ് പറഞ്ഞത് തൻ്റെ അനുഭവമാകുന്നു. ആ അനുഭവത്തിൽ തനിക്ക് ആ മുറിക്കകത്ത് ദുരാത്മ സ്വാധീനങ്ങൾ അനുഭവിക്കുവാൻ കഴിഞ്ഞു. പ്രാർത്ഥനയിലൂടെയാണ് താൻ അതിനെ കീഴ്പ്പെടുത്തിയത്. ശാരീരികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എങ്കിൽ പോലും ആ സ്ലീപ്പ് പാരാലിസിസിനെ കീഴ്പ്പെടുത്തിയത് പ്രാർത്ഥനയിലൂടെയായിരുന്നു. അപ്പം ഇത് അനുഭവിച്ച മറ്റു ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് വരുന്ന സന്ദർഭത്തിൽ ജീസസ് എന്ന വാക്ക് പറയുവാനാണ് ബുദ്ധിമുട്ടുന്നത്. മറ്റൊരു ദേവദാസിൻ്റെ അനുഭവം ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, തനിക്ക് ദീർഘനാളുകൾ
ഈ ആക്രമണം, ഈ അറ്റാക്ക് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുന്നമേയാണ് അത് കൂടുതലുണ്ടായത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും അത് തുടരുകയുണ്ടായി. അത് തുടർന്നപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ തനിക്കിതിനെക്കുറിച്ച് മനസ്സിലായി. ഇവിടെ ഒരു കാര്യം പലർക്കും സംഭവിക്കുന്നത്, ഈ ഹോശിയ പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്: പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. നമുക്ക് അറിവ് ലഭിക്കേണ്ട ചില മേഖലകളുണ്ട്. ആ അറിവ് ലഭിക്കേണ്ട മേഖലകളിൽ നമുക്ക് അറിവ് ലഭിക്കാതെ വരികയാണെങ്കിൽ, അറിവ് ലഭിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമം നടത്താതിരിക്കുകയാണ് എങ്കിൽ, പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. അവിടെ തന്നെ പറയുന്നുണ്ട്, പരിജ്ഞാനം ത്യജിക്ക കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം. പരിജ്ഞാനം ത്യജിക്ക കൊണ്ട്. ഇംഗ്ലീഷിൽ ആ വാക്യം വായിക്കുകയാണെങ്കിൽ, ഹോശേയ പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം: മൈ പീപ്പിൾ ആർ ഡിസ്ട്രോയിഡ് ഫോർ ലാക്ക് ഓഫ് നോളജ് ബിക്കോസ് യു ഹാവ് റിജക്റ്റഡ് നോളജ്. പല മേഖലകളിൽ അറിവ് സ്വീകരിക്കുവാൻ വേണ്ടി മനുഷ്യൻ തയ്യാറാകാതെ വരുമ്പോൾ, പ്രത്യേകിച്ച് ദൈവമക്കൾ തയ്യാറാകാതെ വരുമ്പോൾ, അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും? അറിവില്ലായകയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. ഈ ദൈവദാസൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഈ സ്ലീപ്പ് പാരാലിസിസ് ഒരു സാധാരണ കാര്യമാണ്, അത് ചിലപ്പോൾ നമ്മുടെ കൂടെ അങ്ങ് മുന്നോട്ട് പോകുമെന്നുള്ളൊരു ധാരണയിൽ പോകുകയായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് തനിക്ക് പരിശുദ്ധാത്മാവ് ബോധ്യം കൊടുത്തത്: ഇത് നീ കൂടെ കൊണ്ടുപോകേണ്ട കാര്യമില്ല, നീ ഒരു ദൈവവൈതലായി തീർന്നിരിക്കുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നീ ഇത് കൂടെ കൊണ്ടുപോകേണ്ട കാര്യമില്ല, നിനക്കിതിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയുമെന്നുള്ള ഒരു വെളിപ്പാടിലേക്ക് താൻ വന്നു കഴിഞ്ഞപ്പോൾ ആത്മീക ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ തുടങ്ങി. ദൈവവചനത്തിൻ്റെ വളരെ ശക്തമാകുന്ന ഭാഗങ്ങൾ, വിശേഷിച്ചും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ, ആ വചനത്തിൽ നിന്ന് കണ്ടെത്തിയിട്ട് അത് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിൽ ഈ സ്ലീപ്പ് പാരാലിസിസിനെ ഈ ദൈവദാസൻ എതിർക്കുകയുണ്ടായി. അങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥനയിൽ ഈ ഒരു കാര്യത്തെ എതിർത്തപ്പോൾ ഒരു പ്രത്യേക സമയത്ത്, ഒരു രാത്രിയിൽ വളരെ കൂടുതൽ സമയം തനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. ആ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ താൻ ശ്രദ്ധിച്ചു, തനിക്ക് ജീസസ് എന്ന് പറയണമെന്നുണ്ട്, യേശുവേ എന്ന് പറയണമെന്നുണ്ട്. എന്നാൽ തൻ്റെ നാക്കിൽ ആ വാക്കു വരുന്നില്ല. മറ്റു പല വാക്കുകളും വരുന്നുണ്ട്. ജീസസ് എന്നുള്ള പേര് തൻ്റെ വാക്കിൽ കൊണ്ടുവരുവാൻ വേണ്ടി, തൻ്റെ അധരത്തിലൂടെ പുറപ്പെടുവിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിലും ജീസസ് എന്ന് തനിക്ക് പറയുവാൻ കഴിയുന്നില്ല. അതൊരു ശ്രമം തുടരുകയാണ്. ശ്രമം തുടരുന്നതിൻ്റെ ഇടയിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ജീസസ് എന്ന് തനിക്ക് പറയുവാൻ പ്രാപ്തി ലഭിച്ചു. ജീസസ് എന്ന് പറയുകയും ആ നിമിഷത്തിൽ തന്നിൽ ഒരു വലിയ അത്ഭുതകരമാകുന്ന മാറ്റമുണ്ടായി. അതിനുശേഷം ഇന്നുവരെ, വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഇന്നുവരെ പിന്നീട് തനിക്ക് സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടായിട്ടില്ല. ഈ ദൈവദാസന് ആ അനുഭവത്തിൽ നിന്ന് മനസ്സിലായ കാര്യം, സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകുമ്പോൾ യേശു എന്ന പേര് പറയുവാൻ തനിക്കുണ്ടായ ആ ബുദ്ധിമുട്ടിൽ നിന്ന് ഈ ദൈവദാസൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്: ഇതിൻ്റെ പിന്നിൽ ഒരു ഇരുട്ടിൻ്റെ ശക്തിയുണ്ട്. നിങ്ങൾ ഈ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ അത്ഭുതകരമാകുന്ന വിടുതലിൻ്റെ സമയമായിരിക്കട്ടെ. ഏറ്റവും അത്ഭുതകരമാകുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുന്ന ഒരു ദിനമായിട്ട് ഈ സന്ദേശം കേൾക്കുന്ന ഈ നിമിഷം മാറട്ടെ. കർത്താവിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തോട് എതിർത്ത് നിൽക്കുന്ന, ശാന്തമായ ഉറക്കത്തോട് എതിർത്ത് നിൽക്കുന്ന സ്ലീപ്പ് പാരാലിസിസ് നിങ്ങളെ വിട്ടുപോകും. നിങ്ങളുടെ ഉറക്കം സുഖകരമായി തീരും. സഹായകരമാകുന്ന ചില വചനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. വിശേഷിച്ചും മലയാളത്തിൽ സങ്കീർത്തനം 127 പോകുകയാണ് എങ്കിൽ അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്:
രണ്ടാമത്തെ വാക്യത്തിൽ, നിങ്ങൾ അധികാലത്തെ എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ തൻ്റെ പ്രിയനോ അവൻ ഉറക്കം കൊടുക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. Psalms 127 and verse number 2, the last part of that verse says, "For so he gives his beloved sleep." So he gives his beloved sleep. ഉറക്കവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഉറക്കമില്ലായ്മ, ഉറക്കത്തിൽ നിങ്ങൾക്ക് ക്രമരഹിതമാകുന്ന അവസ്ഥ, സ്ലീപ്പ് പാരാലിസിസ്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഇപ്പോൾ വിശ്വസിച്ച് സ്വീകരിക്കുക. കർത്താവ് തൻ്റെ പ്രിയനോ ഉറക്കം കൊടുക്കുന്നു, നല്ല ഉറക്കം കൊടുക്കുന്നു. ക്രമരഹിതമാകുന്നതൊന്നും സംഭവിക്കാത്ത സുഖകരമാകുന്ന ഉറക്കം അവിടുന്ന് നൽകിത്തരുന്നു. വചനം കൊണ്ട് ഈ ബുദ്ധിമുട്ടിനെ കീഴ്പ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഇതിന് പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇരുട്ടിൻ്റെ ശക്തിയാണ് ഭയത്തിൻ്റെ ദുരാത്മാവ്. ഭയം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത്. അതനുഭവിക്കുന്നവർ വല്ലാത്ത ഭയത്തിലേക്ക് പോകും. ആ ഭയം വരുമ്പോൾ തന്നെ പിന്നീട് ഓരോ ദിവസവും ഉറങ്ങുമ്പോൾ അവർക്ക് ഭയത്തോടുകൂടെ മാത്രമേ ഉറങ്ങാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ ഇത് സംഭവിക്കുമോ? അത് പിന്നെ ഒരു വാതിലായിട്ട് മാറുകയാണ്. എല്ലാ ദിവസവും ഈ ഭയത്തോടുകൂടെ ഉറങ്ങുമ്പോൾ ആ ഭയം ഒരു വാതിലായിട്ട് മാറുകയാണ്. ആ രാത്രിയിലും ഈ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകുവാൻ വേണ്ടിയുള്ള ഒരു ഡോറായിട്ട് ഫിയർ മാറുന്നു. അത് സംഭവിക്കരുത്. അതിൻ്റെ മേലുള്ള ഭയത്തെ ഇല്ലാതെയാക്കുക, ഭയത്തെ കീഴ്പ്പെടുത്തുക. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ചില മിനിറ്റുകൾ, ഏറിയാൽ ചില സെക്കൻഡുകൾ മാത്രമാണ് ഇത് നീണ്ടു നിൽക്കുന്നത്. ഇതുകൊണ്ട് യാതൊരു കേടും വരാൻ പോകുന്നില്ല. ഇതിനെ ചൊല്ലി നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ആ ഭയം ഒരു വാതിലായി ഒരിക്കലും അനുവദിക്കരുത്. ആ ഭയത്തെ കീഴ്പ്പെടുത്തുക. ആ ഭയത്തെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ രാത്രിയിലെ ഭയത്തെയും, പകൽ പറക്കുന്ന അസ്ത്രത്തെയും, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. വിശ്വസിച്ചത് സ്വീകരിക്കണം. ഈ വചനങ്ങൾ ഏറ്റുപറയണം. അങ്ങനെയിൽ ഉറങ്ങുന്നതിന് മുന്നമേ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം മനനം ചെയ്യണം. ഈ ബുദ്ധിമുട്ടുള്ളവർ ധാരാളം ദൈവത്തിൻ്റെ വചനം മനനം ചെയ്യണം. കിടന്നുറങ്ങുന്നതിന് മുന്നമേ വചനം വായിക്കണം, വചനം ധ്യാനിക്കണം. ഉറങ്ങുന്ന സമയത്തും കണ്ണുകൾ അടച്ചതിന് ശേഷം വചനം ഏറ്റുപറഞ്ഞുകൊണ്ട്, ഹൃദയത്തിൽ, വാഗൊണ്ട് ഏറ്റുപറയണമെന്നില്ല, ഹൃദയത്തിൽ വചനം ഏറ്റുപറഞ്ഞുകൊണ്ട്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. ഈ വചനം ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുക. ഉറങ്ങാൻ കിടക്കുകയാണ്, കണ്ണുകൾ അടച്ചിരിക്കുകയാണെന്നാൽ ആ സമയത്ത് മറ്റൊന്നും ചിന്തിക്കരുത്, ഭയത്തിൻ്റെ വാതിൽ തുറക്കരുത്, ആകുലപ്പെടരുത്, മറ്റു ചിന്തകളെ അകത്തേക്ക് കൊണ്ടുവരാതെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം ഏറ്റുപറയുക. ഈ വചനങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ മനഃപാഠമാക്കണം. മനഃപാഠമാക്കിയതിന് ശേഷമായിട്ട് ആ വചനങ്ങൾ ഏറ്റുപറയുക. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാകുന്നു ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 10-ാമത്തെ വാക്യം. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും.
ഈ വാക്യം മനപാഠമാക്കണം. ഉറങ്ങുന്ന സമയത്ത് ഇത് ഹൃദയത്തിൽ ഏറ്റുപറയണം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും മടങ്ങുകയും എല്ലാ നാവും കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം, ആ നാമമാകുന്നു എന്നെ രക്ഷിച്ചത്. എൻ്റെ കർത്താവ് യേശു ക്രിസ്തുവാകുന്നു. കിടന്നുറങ്ങുന്നതിന് മുന്നമേ ഈ കർത്തൃത്വ പ്രാർത്ഥന നടത്തുന്നത് നല്ലതായിരിക്കും. ലോർഡ്ഷിപ്പ് പ്രെയർ നിങ്ങൾക്ക് തന്നെ ഏറ്റുപറയുവാൻ കഴിയും. കർത്താവാകുന്ന യേശു ക്രിസ്തു എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവും, എൻ്റെ ആത്മാവിൻ്റെ കർത്താവ് യേശു ക്രിസ്തു, എൻ്റെ പ്രാണൻ്റെ കർത്താവ് യേശു ക്രിസ്തു, എൻ്റെ മനസ്സിൻ്റെയും ചിന്തകളുടെയും കർത്താവ് യേശു ക്രിസ്തു, എൻ്റെ വികാരങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു, എൻ്റെ പ്രാണൻ്റെ മുഴുഭാഗത്തിൻ്റെയും കർത്താവ് യേശു ക്രിസ്തു, എൻ്റെ ശരീരത്തിൻ്റെ കർത്താവ് യേശു ക്രിസ്തു, എൻ്റെ തലച്ചോറിൻ്റെ കർത്താവ് യേശു ക്രിസ്തു, എൻ്റെ ശരീരഭാഗങ്ങളുടെ എല്ലാം കർത്താവ് യേശു ക്രിസ്തു. കർത്താവാകുന്ന യേശു ക്രിസ്തു എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവും. ഈ ലോർഡ്ഷിപ്പ് പ്രെയർ, കർത്തൃത്വ പ്രാർത്ഥന ഉറങ്ങുന്നതിന് മുന്നമേ ഏറ്റുപറയുന്നത് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാകുന്നു 1 യോഹന്നാന്റെ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അതൊരു വെളിപ്പാടാണ്. ആ വെളിപ്പാട് സ്വീകരിക്കണം. എന്നിലുള്ളവൻ പരിശുദ്ധാത്മാവ് ലോകത്തിലുള്ള സകല ആത്മാക്കളെക്കാട്ടിലും വലിയവനാകുന്നു. ദൈവവചനത്തിൻ്റെ വെളിപ്പാട് സ്വീകരിക്കുക, ദൈവവചനം ഹൃദയത്തിൽ ഏറ്റുപറയുക, കിടന്നുറങ്ങുന്നതിന് മുന്നമേ ദൈവവചനം ധാരാളമായി മനനം ചെയ്യുക, വായിക്കുക. അങ്ങനെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനയുടെ സഹായത്തോടുകൂടെ ശാരീരികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഉറങ്ങുകയാണ് എങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ ഉറക്കം സുഖകരമായി തീരുവാൻ പോകുന്നു. ആ സ്ലീപ്പ് പാരാലിസിസിൽ നിന്ന് കർത്താവ് നിങ്ങളെ പൂർണ്ണമായിട്ടും സ്വതന്ത്രമാക്കും. നൈറ്റ് മേയേഴ്സിൽ നിന്ന് കർത്താവ് നിങ്ങളെ പൂർണ്ണമായും സ്വതന്ത്രമാക്കും. നല്ല ഉറക്കം, സുഖകരമാകുന്ന ഉറക്കം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രൊഫറ്റിക് ഡ്രീം പോർട്ടലിനെ തുറക്കും. പ്രവാചക സ്വപ്നത്തിൻ്റെ വാതിലിനെ കർത്താവ് തുറന്നു തരും. നിങ്ങളുടെ സ്വപ്നങ്ങളിലും കർത്താവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ആ ഒരു നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. സ്ലീപ്പ് പാരാലിസിസ് എന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഈ സമയത്ത് തന്നെ കർത്താവ് നിങ്ങളെ തൊടുവാൻ പോകുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടും കുറച്ച് സമയത്തേക്ക് ശരീരം അനക്കുവാൻ കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇനി ഒരിക്കലും ആ ഒരു പീഡനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ വണ്ണം കർത്താവാകുന്ന യേശു നിങ്ങളെ ഇപ്പോൾ സൗഖ്യമാക്കുവാൻ പോകുന്നു. ഈ നിമിഷത്തിൽ കർത്താവ് നിങ്ങളെ തൊട്ട്, യേശു നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കുവാൻ പോകുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാകുന്നുവല്ലോ. യേശുവിൻ്റെ രക്തം തളിക്കുന്നു. അവരുടെ ആത്മാവ്, പ്രാണൻ, ശരീരം യേശുവിൻ്റെ രക്തത്തിൽ മറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ തീ അവർക്ക് ചുറ്റും കത്തട്ടെ. സക്രിയ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവ് പറയുന്നു, ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും. ഇവർക്ക് ചുറ്റും തീമതിലായിട്ട് അങ്ങുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും ഇവർക്ക് പേടിപ്പാനില്ല എന്നുള്ള വെളിപ്പാട് ഇപ്പോൾ ഈ ഹൃദയത്തിലേക്ക്, ഈ ശബ്ദം കേൾക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവരുടെ അതരത്തിൽ നിന്ന് യേശുവേ യേശുവേ യേശുവേ
എന്നുള്ള നാമം പുറപ്പെടട്ടെ. യേശുവിന്റെ നാമം പുറപ്പെടട്ടെ. യേശുവിന്റെ നാമം പുറപ്പെടട്ടെ. രാത്രിയിൽ പ്രിയപ്പെട്ടവർ ഉറങ്ങുന്ന സന്ദർഭത്തിൽ, ഉറങ്ങുന്ന ഏതു സമയത്തും കർത്താവേ, യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ അവർ ഉറങ്ങുവാൻ തക്കവണ്ണം അവരെ അത്ഭുതകരമായി അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കർത്തൃത്വത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഉറങ്ങുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്ലീപ്പ് പാരാലിസിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കളോട് ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരെ വിട്ടുപോകാം, യേശുവിൻ നാമത്തിൽ വിട്ടുപോകാം. അത്ഭുത സൗഖ്യത്തെ കർത്താവാകുന്ന യേശു ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ അയക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കുന്നു. ആ സ്പിരിറ്റ് ഓഫ് ഡീപ് സ്ലീപ്പിന്റെ പിന്നിൽ കേടുവരുത്തുന്ന ദുരാത്മാക്കൾ നിങ്ങളെ വിട്ടുപോകുന്നു. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കുന്നു. തൻ്റെ പ്രിയനു അവൻ സുഖകരമാകുന്ന ഉറക്കം കൊടുക്കുന്നു എന്നുള്ള വചനം ഈ പ്രിയപ്പെട്ടവരുടെ ആത്മാവിനോടും പ്രാണനോടും ശരീരത്തോടും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്നു മുതൽ സുഖകരമാകുന്ന ഉറക്കം കർത്താവ് ഈ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, പ്രോഫറ്റിക് ഡ്രീം പോർട്ടൽ തുറക്കണമേ. രാത്രിയിൽ സുഖകരമായി കിടന്നുറങ്ങുമ്പോൾ പ്രവചന സ്വപ്നങ്ങൾ കാണുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഈ സന്ദേശം തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.